വാമനപുരം നദിയുടെ തീരത്ത് വനപ്രദേശത്താൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ ടൂറിസം കേന്ദ്രം. അതായിരുന്നു KCBയുടെ മീൻമുട്ടി ഹൈഡൽ ടൂറിസം. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പാർക്ക് അത് ഈ ടൂറിസം കേന്ദ്രത്തിന്റെ അകത്താണ്. ഇന്ന് അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പാമ്പ് കടിയേൽക്കാതെ പുറത്തുപോലും ഇറങ്ങില്ല. ഈ പ്രദേശം മുഴുവനും കാട് കൊണ്ട് മൂടി കിടക്കുകയാണ്. ജനക്ക് നടന്നു പോലും വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ നാടിൻ്റെ വികസനം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നാട്ടുകാരെന്തായാലും ഈ ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടി സമരസമിതി രൂപീകരിച്ച് ശക്തമായ രീതിയിൽ സമരത്തിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. മീൻമുട്ടി ഹൈഡൽ ടൂറിസത്തിന്റെ പ്രധാന ആകർഷണം ഇവിടുത്തെ ബോട്ട് ഹൗസ് ആയിരുന്നു. അന്ന് സവാരി നടത്തിക്കൊണ്ടിരുന്ന ബോട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണണ്ടേ. ഇതേ കിടക്കുന്നു. ഇതാണ് അന്ന് സവാരി നടത്തിക്കൊണ്ടിരുന്ന ഇവിടുത്തെ ബോട്ട്. ഇനി ആ ബോട്ട് ക്ലബിലേക്ക് പോകേണ്ട വഴിയും കൂടി നമുക്കൊന്ന് കാണാം. ഈ ഹൈഡൽ ടൂറിസത്തിലേക്ക് കയറുന്ന സ്ഥലത്തേക്കുള്ള വഴിയൊക്കെ ഇപ്പോൾ കാട് താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ബോട്ട് ഹൗസിലേക്ക് എത്തണമെങ്കിൽ ഈ കാണുന്നത് പോലെ നമ്മൾ സ്വയം വഴിയുണ്ടാക്കണം. 2 വർഷമായി പൂട്ടിക്കിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത്. വിനോദസഞ്ചാരികൾക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശനവുമില്ല. പക്ഷേ ഈ വഴി മാത്രം വൃത്തിയാക്കിയപ്പോൾ ലഭിച്ച പ്ലാസ്റ്റിക് കുപ്പികളുടെ എണ്ണമാണ് ഈ കാണുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇവിടെ വളരെ കൂടുതലാണ്. പത്ത് വർഷത്തിന് മുൻപ് ഈ ടൂറിസം കേന്ദ്രം ആദ്യമൊന്ന് ഉദ്ഘാടനം ചെയ്തു. 2019 ഈ കാണുന്നത് പോലെ നവീകരണം ചെയ്ത് വീണ്ടും ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വർഷം 2025 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് പേരിലാകും ഈ ടൂറിസം കേന്ദ്രം വീണ്ടും ഉദ്ഘാടനം ചെയ്യുക? അത് കാത്തിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാരും. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.